പഴയ പടക്കുതിരകൾക്കും യുവ തുർക്കികൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത നീക്കം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ നീക്കം എന്നത് ഉറപ്പായി. പുതിയ താരങ്ങൾക്കും പഴയ പടക്കുതിരകൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നു കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പുതിയ താരങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം കോതമംഗലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജിൻഡോ ജോണാണ്. കോതമംഗലം കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കായംകുളത്ത് അരിത ബാബുവിന് വീണ്ടും ഒരവസരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ പ്രതിഭയോട് നല്ല മത്സരമാണ് അരിത കാഴ്ചവെച്ചത്. ഇനി ഒരിക്കൽ കൂടി അരിതയെ നിർത്തിയാൽ അവർക്ക് ജയിക്കാനാകും എന്ന വിശ്വാസം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന്റെ യുവ നേതാവായ KM അഭിജിത്ത് കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്തിൽ നല്ല പോരാട്ടം കാഴ്ചവെച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ അഭിജിത്ത് കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിക്കും. കഴിഞ്ഞ തവണ തലശ്ശേരിയിൽ മത്സരിച്ച റെജിൻ മാങ്കുറ്റിക്ക് വീണ്ടും ഒരവസരം നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. മാനന്തവാടിയിൽ കോൺഗ്രസിന്റെ യുവ നേതാവ് ലേണൽ മാത്യു മത്സരിക്കും. ഇങ്ങനെ പുതിയ മുഖങ്ങൾക്ക്, പുതുരക്തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും പഴയ പടക്കുതിരകളെ ഒപ്പം കൂട്ടിക്കൊണ്ടും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് സുനിൽ കനകൂലു ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ ആവിഷ്കരണമാണ് കോൺഗ്രസ് നടപ്പാക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പുതിയ നിരയിലെ കരുത്ത് മത്സരരംഗത്തുണ്ടാകും എന്നത് ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടും. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്ന് ജനവിധി തേടും. എന്തായാലും അരിത ബാബുവിനെയും KM അഭിജിത്തിനെയും കോൺഗ്രസ് കൈവിട്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം. ഇരുവർക്കും വീണ്ടും ഒരു ചാൻസ് കൊടുത്തിരിക്കുന്നു. എറണാകുളം കോതമംഗലത്ത് ജിൻഡോ ജോണിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവിടെ കേരള കോൺഗ്രസിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അതുപോലെയാണ് മാനന്തവാടിയിൽ ലേണൽ മാത്യു എത്തുന്നത്. ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥി നിരയാണ് കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത്. വലിയ PR വർക്കുകൾ ഒന്നുമില്ലാതെയാണ് കോൺഗ്രസ് ഇത്തവണ യുദ്ധത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല PR വർക്ക് കോൺഗ്രസ് പയറ്റിയിരുന്നു. രമേശ് ചെന്നിത്തല രാത്രി ഉറങ്ങാതെ ഇരുന്ന് PR ടീമിനെ വെച്ച് പല അഴിമതികളും, പിണറായി സർക്കാരിന്റെ പല അഴിമതികളും പുറത്തു കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിച്ചില്ല. അത് കോൺഗ്രസിന്റെ തോൽവിയുടെ ഒരു പ്രധാന ഘടകമാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ രമേശ് ചെന്നിത്തല ഉറങ്ങാതിരുന്ന് പ്രവർത്തിച്ചു. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഘടന പ്രാവീണ്യം കോൺഗ്രസിന് ഉണ്ടായില്ല. ഇത്തവണ അത്തരം PR വർക്കുകളൊന്നും ഇല്ലാതെ പുതിയ തലമുറയെയും പഴയ തലമുറയെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് നോട്ടമിടുന്നത്. കഴിഞ്ഞ തവണ നല്ല മത്സരം കാഴ്ചവെച്ചവർക്ക് വീണ്ടും അവസരം കൊടുത്തുകൊണ്ട്, നല്ല മത്സരം കാഴ്ചവെച്ച യുവ താരങ്ങൾക്ക് അല്ലെങ്കിൽ യുവ മുഖങ്ങൾക്ക് വീണ്ടും അവസരം കൊടുത്തുകൊണ്ട് പുതിയ യുവ തുർക്കികളെ ഇറക്കിക്കൊണ്ട് അങ്ങനെ ഒരു മത്സരമാണ്, അങ്ങനെ ഒരു തന്ത്രമാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചത്.